ഇപ്പോൾ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ചെന്നൈയിലുള്ള മന്ത്രിമാരും യോഗം ചേർന്നാണ് ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് ഇപ്പോൾ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിരിക്കുന്നു. 36 പേരാണ് മരിച്ചത്. ആ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാനും പരിക്കേറ്റ 58 പേരുണ്ട്. ഒരുപക്ഷെ പരിക്കേറ്റവരുടെ സംഖ്യ കൂടാം, അല്ലെങ്കിൽ മരണസംഖ്യ കൂടാം. അവർക്ക് പരിക്കേറ്റവരുടെ കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപയും നൽകാനും ആ തീരുമാനമായിരിക്കും. നാളെ രാവിലെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അവിടെ എത്തും, കരൂരിലേക്ക് സംഭവ സ്ഥലത്തേക്ക് എത്തും. അതാണ് പ്രധാനപ്പെട്ട. പക്ഷേ മറ്റൊരു കാര്യം, ഒരു ഉത്തരവാദിത്വമില്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യോഗത്തിന് വന്ന ആ 36 പേർ മരിച്ചിട്ടും അതിൽ ഉത്തരവാദിത്വം കാണിക്കാതെ ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു രാഷ്ട്രീയ നേതാവായി രംഗത്ത് വന്ന വിജയ് അതൊന്നും പരിഗണിക്കാതെ തന്നെ അദ്ദേഹം ഈ ദുരന്തമുണ്ടായി അത് കണ്ടിട്ട് തന്നെ അദ്ദേഹം തിരിച്ചുപോയി എന്നാണ്. സാധാരണഗതിയിൽ നമ്മൾ ഒരു മനുഷ്യനാണെങ്കിൽ ഒരു ദുരന്തമുണ്ടായാൽ, തൻ്റെ കൺമുമ്പിൽ ഒരു ദുരന്തമുണ്ടായാൽ അത് കണ്ടാൽ അവർക്ക് രക്ഷാപ്രവർത്തനം നടത്താനോ അല്ലെങ്കിൽ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാനോ നിൽക്കുമായിരുന്നു ഒരു നേതാവ്, അല്ലെങ്കിൽ ഒരു നടൻ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ. പക്ഷേ ആ ഒരു മനുഷ്യൻ പോലും മനുഷ്യത്വം പോലും കാണിക്കാതെ വിജയ് തൻ്റെ കൺമുന്നിൽ ജനങ്ങൾ കുഴഞ്ഞു വീഴുകയും പിടഞ്ഞു മരിക്കുകയും ചെയ്യുമ്പോൾ അത് പരിഗണിക്കാതെ ആരോടും ഒന്നും പ്രതികരിക്കാതെ ഉടൻ തന്നെ വിമാനത്താവളത്തേക്ക് പോകും. കനത്ത സുരക്ഷയിൽ ഇത്രയും പേര്, 10,000-കണക്കിന് ആൾക്കാർ വന്നു. അവരവിടെ തിക്കിലും തിരക്കിലും വിട്ട് കുഴഞ്ഞു വീഴുന്നു. ആളുകൾ ഓടി ചവിട്ടേറ്റ് ആളുകൾ പിടഞ്ഞു വീഴും, മരിക്കുന്നു. ആംബുലൻസ് പോലും പിന്നീടാണ് വരുന്നത്. അപ്പോൾ അത്രയും ഒരു ദുരന്തം ഉണ്ടാകുന്ന ദുരന്ത ഭൂമിയിൽ നിന്നും തനിക്ക് എല്ലാ സുരക്ഷയും വാങ്ങി, പോലീസിൽ നിന്നും സുരക്ഷ വാങ്ങി സിനിമയിൽ വിജയ്ക്ക് അദ്ദേഹത്തിന് നേടാനാകുന്ന വണ്ണത്തിലുള്ള ഖ്യാതിയൊക്കെ നേടിക്കഴിഞ്ഞ രാഷ്ട്രീയത്തിലേക്ക് എന്നുള്ളതായിരുന്നു വിജയുടെ അടുത്ത ചുവട്. അവിടെയും വിജയ് അത്രമാത്രം സ്വാർത്ഥനാകുന്നു എന്നുള്ളതാണ്. വിജയെ കാണാൻ എല്ലാം മറന്ന്, കൈമൈ മറന്ന് അതിനായി എത്തിയിട്ടുള്ള ആളുകളാണ്. രാവിലെ ഉച്ചയ്ക്ക് 12 മുതൽ കാത്തുനിന്ന ആളുകളാണ്. അവരിലുള്ള ആളുകളാണ് മരിച്ചു വീണത്. അവിടെയാണ് വിജയ് ഒരു തരത്തിലും പ്രതികരിക്കാതെ, ഒരു തരത്തിലും അവർക്കൊപ്പം നിൽക്കുന്ന ഒരു വാക്ക് പോലും പറയാതെ മടങ്ങിയിരിക്കുന്നത്. 10,000 പേർ പങ്കെടുക്കുമെന്ന പരിപാടിയിൽ 2 ലക്ഷം പേർ പങ്കെടുത്തു എന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ, 2 ലക്ഷം പേർ ആ റാലിയുടെ ഭാഗമായിരുന്നു എന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ ഈ നിമിഷം പുറത്തു വരികയാണ്.